ഡ്യൂൺ ട്രൂപ്പേഴ്സ് രസകരവും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായ വ്യക്തികളുടെ കൂട്ടായ്മ തുടങ്ങിവച്ചതാണ്. 2022 മെയ് 12 ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ചു. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും ഖത്തറിലുടനീളം ഹ്രസ്വ വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നതിൽ ഡ്യൂൺ ട്രൂപ്പേഴ്സ് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേക്കേഷനുകൾ, ക്രോസ് കൺട്രി ടൂറുകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, കുടുംബ സൗഹൃദ ഇവന്റുകൾ എന്നിവ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നു. ഓഫ് റോഡ് സാഹസിക യാത്രകൾക്ക് ആവശ്യമായ സുരക്ഷിതമായ ഡ്രൈവിംഗ് പ്രോട്ടോക്കോളുകളെക്കുറിച്ചുള്ള അറിവ് നൽകുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. കഴിഞ്ഞ വർഷം 1ാം വാർഷിക ആഘോഷത്തിനു ശേഷം 2024 മെയ് 17 2ാം വാർഷികം ഗംഭീരമായി ഖത്തറിലെ സീ ലൈൻ മരുഭൂമിയിൽ 179ഓളം വാഹനങ്ങളുമായി ചരിത്രം സൃഷ്ടിച്ചു. കൂടാതെ തൊട്ടടുത്ത വെള്ളിയാഴ്ച മെയ് 24 കലാപരിപാടികളും അവതരിപ്പിച്ചു. എല്ലാവരെയും കലാപരിപാടികളുടെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. ഡ്യൂൺ ട്രൂപ്പേഴ്സിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറിയുടെ ആരോ 24 രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡെസേർട്ടിൽ ഞങ്ങൾ ആഘോഷിച്ചു. ഇന്ന് മെയ് 24 കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നത് ഒലീവ് ഇൻ്റർനാഷണൽ തുമാമയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടീം അംഗങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മളൊരു കൂപ്പൺ വെച്ചിട്ടുണ്ട്. അതായത് കൂപ്പൺ 10 റിയാലാണ് ഒരു കൂപ്പണിൻ്റെ ചാർജ് എടുക്കുന്നത്. ആ ഒരു 10 റിയാൽ മുടക്കി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിന്നറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ സ്വർണ്ണ മോതിരം, അത്തരത്തിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂൺ ട്രൂപ്പേഴ്സിൻ്റെ ടീഷർട്ടിൻ്റെ മുകളിൽ എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് അവിടെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൂസൊക്കെയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റേജൊക്കെ തലേന്ന് തന്നെ നമ്മുടെ പിള്ളേർ വന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിഹേഴ്സലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരവ് 24 ഞങ്ങൾ ഒരു വർഷം കിടന്ന് കുന്തളിക്കണ്ടല്ലോ, ആ കുന്തളിക്കുന്നതിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചൂട് വന്ന സമയമാണ്, അപ്പൊ കുന്തളിപ്പിച്ചിരി കുറയും. അതിന്റെ അർമാദിക്കുന്ന ദിവസമാണ് ഇന്നിപ്പോ ഇവിടെ നടക്കണം. നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ബാർബിക്കാൻ്റെ ഈ ഒരു സപ്ലയേഴ്സ് ഒരു 300ഓളം ബാർബിക്കാൻ ടർബോ, നമ്മുടെ ടർബോ ജോസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ബാർബിക്കാൻ്റെ പുതിയൊരു ഡ്രിങ്ക് അവർ നമുക്കൊരു ഫ്രീ സാമ്പിൾ തന്നിട്ടുണ്ട്. 300ഓളം പീസ് അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതും വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ 2 മെയിൻ സ്പോൺസേഴ്സ്മാരാണ്. അത് ഒന്ന് അമീഗോസ് കാർ ഗാരേജും പിന്നെ മറ്റൊന്ന് ഫാർ ഈസ്റ്റ് ട്രേഡിംഗ്. ഫാർ ഈസ്റ്റ് ട്രേഡിങ്ങിൻ്റെ സ്റ്റാഫും അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഒരു ഷോപ്പ് ബർവയിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് വാങ്ങിക്കണമെന്നെങ്കിൽ അവിടെ ചെല്ലാവുന്നതാണ്. മറ്റൊരു സ്പോൺസർ എന്ന് അമീഗോസ് കാർ ഗാരേജാണ്. അവർക്ക് 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി ഏരിയയിലും മറ്റൊന്ന് നമ്മുടെ ബീറിംഗ് റോഡിലുമായിട്ട്, നമ്മുടെ പഴയ റൊട്ടാന നിന്നിരുന്ന ഷോപ്പിൻ്റെ സ്ഥലമുണ്ടല്ലോ അവിടെയായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ റാഫൽ കൂപ്പണിലൂടെ വിന്നേഴ്സിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് അൽജാബർ ട്രാവൽസിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അൽജാബർ ട്രാവൽസിൻ്റെ സ്റ്റാഫും സ്റ്റാളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ടീം മൊത്തം രാത്രി പകല് ഒന്നുമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ റാഫൽ കൂപ്പണിലെ സെക്കൻഡ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് റിംഗ് ആണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡൈറ ഗോൾഡ് ആണ്. അത്തരത്തിൽ ഒരുപാട് കമ്പനികൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജും കാര്യമൊക്കെ സപ്പോർട്ട് ചെയ്തത് ആർട്ട് ഗാലറിയാണ്. അവർക്കും ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ സബ് സ്പോൺസർമാർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്നും ഡ്യൂൺ ട്രൂപ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എവിടെ ചെന്നാലും ആരാധകരെ ഒന്ന് ശാന്തരാവും. നമ്മുടെ ഫാൻസ് പിള്ളേരാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പരിപാടിയിലിടയിൽ ശ്രുതി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വിന്നേഴ്സിന് ഒരു പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. കാർട്ടൂൺ കാരിക്കേച്ചർ പിക്ചർ വരച്ചു കൊടുക്കുന്നത് ദിൽനയാണ്. ദിൽനയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ദിൽന വരച്ച ഫോട്ടോസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഞാൻ കാരിക്കേച്ചർ വരക്കാൻ വന്നതാണ്. പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ്.
നാട്ടില് ആർട്ടിസ്റ്റാണ്. എക്സിബിഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. 10-20 എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ് ദോഹയിൽ. ഗ്രാഫിക് ഡിസൈനറായിട്ട്. നമ്മുടെ അമേഗോസ് ടീം വന്നിട്ടുണ്ട്. നമ്മുടെ തീരെ വില കൽപ്പിക്കാത്ത ആൾക്കാരാണ്. നമ്മളോട് സെൽഫി പോലും എടുക്കാത്ത ആൾക്കാരാണ്. ഓടി ചെന്നിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ. ഓക്കെ ഗൈസ്, ഈ ഗൈനെ ഫുൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ കലാകാരനായ മസ്റ്റാർഡ് വേണ്ട ദിവസമല്ലേ? തീർച്ചയായും യൂട്യൂബേഴ്സിന്റെ രണ്ടാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് പ്രത്യേകം പറയാനില്ല. ഒരുപാട് തിരക്കിലാണ്. നിങ്ങളുടെ പേര് ക്യാൻഡിൽ 5 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 5:30 ഇപ്പോഴും ആളുകൾക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും സമയം കളയുന്നില്ല, നേരെ പരിപാടിയിലേക്ക് പോകാം. അപ്പം കലാപരിപാടികൾ ആരംഭിക്കുകയാണ് കേട്ടോ. റെഡിയല്ലേ? റെഡിയാണോ? എന്നിട്ട് എല്ലാരും എവിടെ? ചെയർ മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ? സാധാരണ നമ്മൾ ഒന്നിക്കുമ്പോൾ ഒരുപാട് പേര് ചെയറിൽ വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ കുറച്ച് നേരം തിരക്കിലാണ്. തിരക്കിലുള്ളവരെല്ലാവരും വേഗം ചെയറിൽ വന്നിരിക്കുമോ? പരിപാടി സ്റ്റാർട്ട് ചെയ്യണ്ട നമുക്ക്. എല്ലാവരും പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് പ്ലീസ് സീറ്റ്സിൽ വന്നിരിക്കണം. ബിക്കോസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് എന്റർടൈൻമെന്റ്സും എനർജറ്റിക് പെർഫോമൻസസുമായിട്ട് തന്നെയാണ് നമ്മളുടെ അമിഗോസ് കാർ കെയർ ആൻഡ് ഫാർ ഈസ്റ്റ് ട്രേഡിംഗ് പ്രസൻസ് ഡ്യൂൺ ട്രൂപ്പേഴ്സ് RF24 in association with Safeway and Nara Jewelers നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 300-ലധികം മെമ്പേഴ്സ് ഉള്ള നമ്മുടെ ഖത്തറിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൂപ്പാണ് ഡ്യൂൺ ട്രൂപ്പേഴ്സ്. ഡ്യൂൺ ട്രൂപ്പേഴ്സ് അങ്ങനെ ഒരു അഡ്വഞ്ചർ ഗ്രൂപ്പാണ്. അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഗ്രൂപ്പ് തന്നെയാണ്. ഗ്രൂപ്പിൽ ഇത്രയധികം മെമ്പേഴ്സ് ഉണ്ട്. ഇനി ഒരുപാട് മെമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂൺ ട്രൂപ്പേഴ്സിന്റെ ഒരു മെമ്പറാണ് ഞാൻ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു RF23 ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 24 ആണ്. ഇനി ഇതുപോലെ ഒരുപാട് ആരവങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഈ ഇപ്പം നിങ്ങളെ സപ്പോർട്ടും കയ്യടിയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇന്നും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആദ്യം ആരാണ് കൈയടിച്ചോളൂ. താങ്ക് യു. ഓക്കെ, അപ്പം ഒരു നല്ലൊരു പാട്ട് കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. ആകാശമാകെ തണിമല നമ്മുടെ ഈ ഒരു പരിപാടിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫേസ് പെയിന്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു മെഹന്തി ചലഞ്ച് കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. ഒരേപോലെ പറയുന്നത് ആയിഷ ആൻഡ് സുഹാന അല്ലേ? ഒരു കയ്യടി കൊടുത്ത് രണ്ടുപേരും ഫേസ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വന്നേക്കാം. അപ്പൊ ഇതുപോലെ ഫേസ് പെയിന്റിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫേസ് പെയിന്റിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രം ഒന്ന് വരച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാരിക്കേച്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ചിത്രം വരയ്ക്കാൻ ഒരാളുടെ റെഡിയാണ്. ആള് നിങ്ങളുടെ ചിത്രം വരച്ചിരുന്നതായിരിക്കും. അത് പക്ഷെ നമുക്ക് ഒരു ചോദ്യമൊക്കെ ചോദിച്ച് ഒരു സമ്മാനമായിട്ടായിരിക്കും തരുന്നത്. ഒരു നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണല്ലോ. ആ ചിത്രത്തിൽ ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഡ്യൂൺ ട്രൂപ്പേഴ്സിന്റെ RF2024 നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം പ്ലേ ബാക്ക് സിംഗർ ഹാരിഫ്. ഒരു കൈയടി പോലെ ഉഷാറായിട്ടൊരു കൈയടി പോയിട്ട് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഗായകനാണ്, ഖത്തറിന്റെ പ്രിയപ്പെട്ട ഗായകനാണ്. ആരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം, ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പാട്ടുണ്ടോ? കുറെ പാട്ടുണ്ടോ? പാട്ടുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. തമിഴ് വേണം, മലയാളം വേണം, എന്ത് പരിപാടി വേണമെങ്കിലും ഉണ്ട്. അപ്പൊ ഇതിന് തകർക്ക് ആരും. ഓക്കെ, നാട്ടില് 20-ലധികം എക്സിബിഷൻസിന്, ആർട്ട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. വിവിധ ഗാലറികളിലായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം അല്ലേ? പേര് പറഞ്ഞു ഞാനിവിടെ എത്തിയിട്ട് 5 മാസമായിട്ടുള്ളൂ. നാട്ടിൽ മലപ്പുറത്താണ്, മഞ്ചേരി. നിങ്ങൾ അറിയാൻ തോന്നുന്നു. പിന്നെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ആകെ സന്തോഷമുണ്ട്. അതിന് ഡ്യൂസിനോട് നന്ദി പറയുന്നു. പിന്നെ 20 എക്സിബിഷൻസ് ആണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ലാസ്റ്റ്
മൊത്തത്തിൽ കുട്ടികൾക്കും അതുപോലെ ചൈൽഡ് അബ്യൂസ് അതുപോലെ വുമൻസിനെതിരെയുള്ള അബ്യൂസിനെതിരെയാണ് ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുള്ളത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, എല്ലാവരും സപ്പോർട്ട് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? നിങ്ങളെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ? ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ പറയണം. അതിൽ വിന്നേഴ്സ് ആയിട്ടുള്ളവരുടെ ആർട്ട് കാരിക്കേച്ചർ ചോദിക്കട്ടോ? ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് ആരവ് 2024 ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഡ്യൂൺ ട്രൂപ്പേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണെന്നൊക്കെ പറയാൻ പറ്റുന്നതായിരിക്കും. ഈ ചോദ്യം ഇതാണ്: ഇത് നമ്മളുടെ കൂടെ ഓടുന്ന ഒരു ആളാണ്, ഇത് നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷേ ഇതിന് നടക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇത് നടക്കുന്ന ഒരാളല്ല, പക്ഷെ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഇതിന് കാലുകളില്ല, ഇതിന് കാലുകൾ നടക്കില്ല. കൈമുക്കുക, ആൻസർ ഇവിടെ പറയാം. കൈമുക്കാവോ? ഉത്തരവൊക്കെ ഇവിടെ വന്നിട്ട് വേണം പറയാൻ. ഉത്തരം ഇവിടെ വന്നിട്ട് വേണം പറയാം. പേര് പറഞ്ഞോളൂ. അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട്. പേര് സവാദ്. സവാദ് എവിടെ? നാട്ടിലെവിടെയാ? മലപ്പുറം. സവാദ്, ഉത്തരം ഏതാണ്? ഉത്തരം എന്റെ ആൻസർ എന്താണ്? നമ്പർ പ്ലേറ്റ്. ഇത് അവിടെ നിന്നൊക്കെ കൈവിട്ട് പോയി, ടയർ പോയി, അവസാനം നമ്പർ പ്ലേറ്റിൽ വന്നു. യെസ്, നമ്പർ പ്ലേറ്റ് ആണ് റൈറ്റ് ആൻസർ. നമ്പർ പ്ലേറ്റ് ഈസ് റൈറ്റ് ആൻസർ. എന്നെ ഒന്ന് വരച്ചു തരുമോ? കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ തന്നെ ദിൽനയുടെ കൂടെ പോയിക്കോ. ദിൽന ഈ ചിത്രം വരച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ട് തരണം. എങ്ങനെയുണ്ട് ഞങ്ങൾ നോക്കട്ടെ, ഫസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. വേഗം പോട്ടോ. ഓൾ ദി ബെസ്റ്റ് മച്ചാനെ, പൊളിക്കുന്ന തകർക്ക്. സോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. സോ റൈറ്റ് ആൻസർ പറയുന്ന ആൾക്കാർക്കാണ് ഇതുപോലെ ഫ്രീ കാരിക്കേച്ചേഴ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റാം. സോ അടിപൊളിയായിട്ടൊരു വൈബ് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അമിഗോസ് കാർ കെയർ ആൻഡ് ഫാർ ഈസ്റ്റ് ട്രേഡിംഗ് പ്രസൻസ് ഡ്യൂൺ ട്രൂപ്പേഴ്സ് RF24 in association with Safeway and Naira Jewelers. ദിൽന കൂടി വരും. ദിൽനയാണ് ഇത് വരച്ചു കഴിഞ്ഞിരിക്കുന്നത്. ദിൽന തരുവാണ്. ഇതോട് കൊടുക്കോ? അത് കൊള്ളാലോ. ഇതോട് കൂടി കൊടുക്കുകയാണ്, ചിത്രം മാത്രമല്ല കൊടുക്കുന്നത്. അയ്യോ, ജിമ്മനാണല്ലേ?
സൂപ്പർ. അടിപൊളി. വലിയൊരു കൈയ്യടി കൊടുത്ത് come on. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് കാരിക്കേച്ചർ വരച്ച ആളൊക്കെ നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല. ഖത്തറിന് വേണ്ടിയിട്ട് 7 പ്രാവശ്യം ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഏക ഇന്ത്യൻ താരമാണ്. ഖത്തർ നാഷണൽ ബോഡി ബിൽഡിംഗ് ടീം അത്ലറ്റ് ആണ്. ആൻഡ് റോയൽ ഫാമിലി മെമ്പർ കൂടിയാണ്, ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. സോ നല്ലൊരു കാര്യം. ഉത്തരം വിളിച്ചു പറയും. ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറഞ്ഞു. ഈ ചോദ്യം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അതാണ് കുഴലപ്പമാണോ? കുഴലപ്പം എങ്ങനെയാണ് റൈറ്റ് ആൻസർ ആവുന്നത്? കുഴലപ്പത്തിന്റെ ലാ പോയി കഴിഞ്ഞു ആണോ? യെസ്, റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കൊണ്ടേക്കോ. ഇതാണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങളോട് ഞങ്ങൾ ഇടയ്ക്ക് വരും. ഓക്കെ, അപ്പൊ ഇവർക്ക് ഡ്യൂൺ ഗ്രൂപ്പേഴ്സിന്റെ ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ്. ഈ ഒരു മികച്ച പെർഫോമൻസ് നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറിക്ക് സമ്മാനിച്ചതിന് വേണ്ടിയിട്ട് ഡ്യൂൺ ഗ്രൂപ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹ സമ്മാനം നൽകുന്നു. അത് നൽകുന്നതിന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Let's welcome Mr. Jees Joseph onto the stage. Paris Baby presents Dune Groupers 2024 in association with Safe and Naira Jewelers. നമ്മുടെ വെന്യൂ സ്പോൺസറാണ്, മറ്റൊരു ഗോൾ സ്പോൺസർ കൂടി തന്നെയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ ആൻഡ് ട്രിയോ എഞ്ചിനീയറിംഗ് ഖത്തർ. Thank you so much, sir. Thank you so much for joining us. നിങ്ങൾ ഇവിടെ 5 പേര് നിന്നിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഡാൻസിങ് എന്നിട്ട് തെറ്റാതെ, പക്ഷെ ഇവരിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ പാപ്പാ, നിങ്ങളോട് പോവാം. പരിപാടിയായിരുന്നു. കപ്പിൾസ് ആയാലും അമ്മമാരായാലും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സൊക്കെ വീട്ടിൽ നിന്ന് പറ്റുന്ന ടൈമിലൊക്കെ ആക്കി കൊടുത്ത് ഇത്ര ഒപ്പിച്ചെടുത്താണ്. കുഴപ്പമൊന്നുണ്ടായില്ല. അടിപൊളി. അതുകൊണ്ട് തന്നെ ഡ്യൂൺ ഗ്രൂപ്പേഴ്സിന്റെ ഒരു സ്നേഹ സമ്മാനം നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് നിന്ന് വാങ്ങിക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഫാറിസ് സ്റ്റേഡിയത്തിൽ നിന്നും മൂസ ആൻഡ് മുസ്തഫ ഇവർ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യാണ്. അവർക്കുള്ള മെമ്മന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട്. ഡ്യൂൺ ഗ്രൂപ്പേഴ്സിന്റെ സെക്കൻഡ് ആനിവേഴ്സറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം
വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിലവിലുള്ളത്. ഒന്നാമത്തെ വാർഷികം ആഘോഷിച്ച് വളരെ സക്സസ് ആയിട്ട് തന്നെ നടത്താൻ പറ്റി. അതേപോലെ തന്നെ രണ്ടാമത്തത് സക്സസ് ആയെന്ന് വിശ്വസിക്കുന്നു. എന്താ അറിയില്ല, എന്തൊരു കഥ വരുന്നത്. രണ്ടാമത്തെ വർഷമാണ് നിലവിൽ ന്യൂട്രോബസ് ഖത്തറിലുള്ളത്. ഏകദേശം 300 സംതിങ്ങോളം വണ്ടികളുമായി ജൈത്രയാത്ര തുടരുകയാണ് ന്യൂട്രോബസ്. ന്യൂട്രോബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഓഫ് റോഡ് ടീം അല്ല. ഇത്രയും ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വേറൊരു ക്ലബ്ബ് ഖത്തറിൽ നിലവിൽ ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഹസ്ബൻഡിനെ ഡ്യൂൺസിലേക്ക് വിടാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇതേപോലത്തെ ആരവ് 23-24 എന്നൊക്കെ പറയുന്നത്. ഏകദേശം എന്താ പറയുക, നമ്മൾ കയ്യിൽ എണ്ണാവുന്നതിലധികം ഇവൻറ്റുകൾ ഈ ഒരു വർഷം മാത്രം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഔട്ട്സൈഡ് കൺട്രി റൈഡാണെങ്കിലും പല ഇവൻറ്റുകളാണെങ്കിലും സ്റ്റേക്കേഷനുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു വർഷം തന്നെ നടത്തി എന്നുള്ള ഒരു പ്രത്യേകത ന്യൂട്രോബസിനുണ്ട്. നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലും നിൽക്കുന്ന നമ്മളെ മെമ്പേഴ്സാണ്. അത് മക്കളെ നിങ്ങളോട് എത്ര പറഞ്ഞാലും അതിന് നന്ദി തീരൂല. കാരണം നമുക്കറിയാം കഴിഞ്ഞ റൈഡ്, അതായത് 17-ാം തീയതി റൈഡ് ഏകദേശം 179 വണ്ടികൾ കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അത് നിങ്ങൾ ഒറ്റ ഒരാളുകളുടെ കൈകൊണ്ട് മാത്രമേ നമുക്കത് സാധിച്ചിട്ടുള്ളത്. അത് ഏകദേശം അതൊരു റെക്കോർഡാണ്. 153 വണ്ടികളാണ് ഖത്തറിൽ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അത് 179 വണ്ടികളോട് നമ്മൾ തകർത്തിരിക്കുകയാണ്. റബീസേ, അടിപൊളി. ഇനി ഒരുപാട് മെമ്പേഴ്സ് വരട്ടെ. ഇപ്പൊ 300 മെമ്പേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിനാണ് 170-ലധികം വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അടുത്ത വർഷം 3-ാമത്തെ വർഷം 300 വാഹനങ്ങൾ വരട്ടെ അവിടെ, അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. ഇത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരുടെ മുഖങ്ങളും അറിയുന്നതാണെങ്കിലും എന്താ അറിയില്ല, സ്റ്റേജിൽ കയറിയപ്പോൾ ചെറിയൊരു വേറെ, അതുകൊണ്ടാണ്. താങ്ക് യു ഗൈസ്. കൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? നാട്ടിലോടെയാ? എന്താ സംഭവം? ഉള്ളിയേറി ജീവിതത്തിൽ നിന്നും പകർത്തിയെടുത്തല്ലേ. പക്ഷെ അതല്ല. എന്താ എക്സ്പ്രഷൻസ് അറിയോ? ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഡാൻസ് കണ്ടുപിടിക്കാൻ. ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് ഒരുപാട് പെർഫോം ചെയ്തു. പക്ഷെ സിംഗിൾ ആയിട്ട് എല്ലാവരെയും ഇത്രത്തോളം എന്റർടൈൻ ചെയ്യാൻ ഒത്തിരി പാടാണ്. ഒരു സ്നേഹം നൽകാണ്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ മുസ്തഫ ഫ്രം റൂഹാ കാർ ആക്സസറീസ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ മുസ്തഫ ഓൺ സ്റ്റേജ്.
ഇത്രയും വില കൂടിയ വാഹനത്തിൽ, നിങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ടാണല്ലോ, ഇത്രയും വില കൂടിയ വാഹനത്തിൽ എഴുതുന്ന സമയത്ത് വരയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം? ആദ്യം എല്ലാവർക്കും വലിയൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. ഇങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ഇജാസിൻ്റെ കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ ഞാൻ ഡിസൈഡിൽ പരിചയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ ഡിസിപ്ലിനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കമ്മ്യൂണിറ്റി. അപ്പം ഇജാസ് പറഞ്ഞു നിങ്ങൾ ഒന്നും ഇവിടെ വരണം, ഇവിടുത്തെ പുതിയ കുറേ ആളുകളൊന്ന് പരിചയപ്പെടാം. ആ അർത്ഥത്തിൽ മാത്രം വന്നതാണ്, ഒരു വലിയൊരു പെർഫോമൻസ് ചെയ്യാനൊന്നും വന്നതല്ല. അപ്പം രതീഷ് ചോദിച്ചതിൻ്റെ ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. നമ്മളൊരു സാധനം ചെയ്യുന്ന സമയത്ത് അത് ബെന്റ്ലിയാണോ അല്ലെങ്കിൽ അത് ടൊയോട്ടയാണോ എന്നുള്ളതല്ല, നമ്മളുടെ ആർട്ടാണ് ബെന്റ്ലിയേക്കാൾ വലുത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് ഒരു കലിഗ്രാഫി പെർഫോം ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ലൈവായിട്ട് നമ്മളിത് കാണാൻ പോവുകയാണ്. കലിഗ്രാഫി പല ആൾക്കാരും മേ ബി ഇതിന്റെ ലൈവായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ ഡ്യൂൺ ട്രൂപ്പേഴ്സ് ഈ ഒരു RF24ന്റെ പാർട്ടായിട്ട് നമുക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. ഹാരിക്കും കൂടി ഒരു സമയത്ത് നമുക്കൊരു പാട്ട് കൂടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിന്റെ ഏറ്റവും ഭംഗി നൽകാനായിട്ട് നമ്മുടെ ഹാരിക്കും അനീഷയും കൂടി ജോയിൻ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. രണ്ടുകൂടി പാട്ടായ അനീഷ കൂടിയുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ പലരും കാരിക്കേച്ചർ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട്. ദില്ല വരുമോ? ദില്ല ഇവിടെ ഉണ്ടോ? ദില്ലയുടെ സ്നേഹ സമ്മാനം കരീബയ്ക്ക് നമ്മൾ സമ്മാനിക്കുകയാണ് ഈ ഒരു സമയത്ത്. കരീബയ്ക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സമ്മാനം തന്നെയാണ്. നോക്കൂ, ആ ചിത്രം നോക്കൂ. Oh my God. Wow. It's so beautiful. ഇത് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട്. താങ്ക് യു സോ മച്ച്. ഇത് എന്നു മുതൽ തുടങ്ങിയത്? ഇതിനെ കുറിച്ച് പറയാൻ ഞാൻ ചെറുപ്പം മുതലേ 4ാം ക്ലാസ് മുതൽ പിന്നെ 10-20 എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു പറഞ്ഞു കാണാൻ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും ഒരാഗ്രഹങ്ങൾ വരക്കണം. അങ്ങനെ നമ്മുടെ RF24 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി കൂപ്പൺ എടുത്തവർക്ക് അവരുടെ വിജയിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 7ാമത്തെ സ്ഥാനം മുതൽ മേലോട്ടാണ് പോകുന്നത്. 7, 6, 5, 4, 3, 2, 1 അത്തരത്തിൽ പോവുകയാണ്. അതിൽ ഭാഗ്യവശാൽ എനിക്ക് ഒരു സൺഗ്ലാസ് സമ്മാനമായി കിട്ടി. ID ഒപ്റ്റിക്കൽസ് ആണ് സൺഗ്ലാസ് സമ്മാനമായി നൽകിയിരിക്കുന്നത്. ID ഒപ്റ്റിക്കൽസിന് 2 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് മുന്തസയിലും മറ്റൊന്ന് ഫാമിലി ഫുഡ്സ് ആൻഡ് എയർപോർട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലും. സമ്മറാണ്, ചൂടിന് പ്രൊട്ടക്ഷനായിട്ട് കണ്ണട സൺഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആർക്കെങ്കിലും സൺഗ്ലാസ് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ID ഒപ്റ്റിക്കൽസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതോടൊപ്പം വന്ന ഗസ്റ്റിന് എല്ലാവർക്കും ഡൂൺ ട്രൂപ്പേഴ്സ് നല്ല ഡിന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തിപ്പം ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയും അച്ചാറും തൈരും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി എന്താ പറയുക വിശപ്പ് മാറുന്ന രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശേഷം വെടിക്കെട്ട് ഒരു ഡാൻസ് കൂടി ഉണ്ട്. അതായത് നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറി ആട്ടവും ചാട്ടവും ആയിട്ടുള്ള, അതായത് തൃശ്ശൂർ പൂരം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള വലിയ വെടിക്കെട്ട് ഡാൻസ് കൂടി ഉണ്ട്. അതോടുകൂടി ഈ ഒരു പരിപാടി അവസാനിക്കുന്നതായിരിക്കും.